അത് നഷ്ടപ്പെടാൻ ഇടയാകരുത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു താക്കീതിൻ്റെ രൂപത്തിൽ സ്വരത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി സംസാരിക്കുകയുണ്ടായി. ഇവ നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് ദാദ്രിയിലുണ്ടായത് എന്ന ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പുസ്തക പ്രകാശന യോഗവുമായി ബന്ധിപ്പിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടരുത് എന്നാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകോത്തര നിലവാരത്തിൽ സഞ്ചരിക്കുന്നയാളാണ് മോദി. 29 വിദേശയാത്രകൾ നടത്തി കുറഞ്ഞ കാലം കൊണ്ട് റെക്കോർഡിട്ടയാളാണ്. 30ാമത് വിദേശയാത്ര. ബ്രിട്ടനിലേക്കുള്ള വിദേശയാത്രയ്ക്ക് അദ്ദേഹം ഒരുങ്ങുന്നു. അതിൻ്റെ മുന്നോടിയായി ധാരാളം RSSകാരെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. പൊതുയോഗം സംഘടിപ്പിക്കുക എന്ന പണിയാണിപ്പോൾ RSSകാർക്കുള്ളത് വിദേശത്ത്. ഏതായാലും ക്ഷീണം മാറിയാൽ ഉടൻ അദ്ദേഹം വിദേശത്തേക്ക് സഞ്ചരിക്കും. അദ്ദേഹമാണ് പറഞ്ഞത്, വിദേശത്ത് പോലും അപമാനിക്കപ്പെട്ട ഒരു വാർത്തയായി ദാദ്രി മാറിയപ്പോൾ അദ്ദേഹം പറയുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടരുത് എന്ന്. 10 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സത്യം കണ്ടു എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടരുത് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളോട് ഏറ്റുമുട്ടാൻ മുസ്ലിങ്ങൾ ചെന്നിരുന്നു എന്നാണല്ലോ അർത്ഥം. നമുക്കറിയാം, ബാബറി മസ്ജിദ് തകർന്ന കാലം മുതൽ ദാദ്രി വരെയുള്ള സംഭവഗതികൾ നമ്മൾ പരിശോധിച്ചാൽ സംഘപരിവാർ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തൊടുത്തു വിടുകയായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഇപ്പോഴും അംഗീകരിക്കാൻ പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ, ഗുജറാത്തിലാണല്ലോ ഏറ്റവും വലിയ കലാപം നടന്നത്, അത് ആരുടെ ആഭിമുഖ്യത്തിലെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ആലോചിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകുന്ന ദൈന്യം നിറഞ്ഞ സഞ്ചാരപഥം എന്ത് എന്ന് നാം അത്ഭുതപ്പെട്ടു പോകും. മാട്ടിറച്ചി ഇപ്പോൾ ഒരു ഭക്ഷണ പദാർത്ഥമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വിഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാട്ടിറച്ചി മാത്രമല്ല, കാവി പുതച്ച ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രശ്നത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നാം വായിക്കുകയുണ്ടായി. സംഗീതവും ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറി. പാക് പൗരനായ ഗുലാം നബിയുടെ ഗസൽ സന്ധ്യ നാളെ ബോംബെയിൽ അരങ്ങേറേണ്ടതായിരുന്നു, നടക്കേണ്ടതായിരുന്നു. എന്നാൽ ശിവസേന അതിനെ എതിർത്തത് ഗായകൻ പാകിസ്ഥാനി ആയതുകൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട് അത് അംഗീകരിക്കില്ല. എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടി മാറ്റിവെക്കുകയുണ്ടായി. SNDPയുടെ മൈക്രോ ഫൈനാൻസിങ് ഇടപാടിൽ 2 കോടി തട്ടിയ കഥയാണ്, തട്ടിയെന്ന് പറയുന്ന കഥയാണ് പൊതുവാർത്താ പേജിൽ ദേശാഭിമാനി തരുന്നത്. M രഘുനാഥ വാർത്ത തരുന്നത് കാണുക. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫൈനാൻസ് പദ്ധതിയുടെ പേരിൽ കോടികൾ വെട്ടിച്ചതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംസ്ഥാന പിന്നോക്ക ജാതിക്ഷേമ കോർപ്പറേഷൻ മുഖേനയുള്ള മൈക്രോ ഫൈനാൻസ് വായ്പയ്ക്ക് 2007, 2008, 2008, 2009, 2009, 2010 കാലയളവിൽ അമിത പലിശ ഇനത്തിൽ മാത്രം വെള്ളാപ്പള്ളി നടേശൻ 2.5 കോടിയോളം രൂപ തട്ടിയെടുത്തതിൻ്റെ വിശദാംശങ്ങൾ തരുന്നു ദേശാഭിമാനി ഈ വാർത്തയിലൂടെ. SNDPയുടെ ആഭിമുഖ്യത്തിൽ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വരാൻ പോകുന്നു എന്നും അതിൻ്റെ പേര് ധർമ്മയോഗ സേന എന്നായിരിക്കുമെന്നുമൊക്കെ, ആ അർത്ഥത്തിലുള്ള എന്തോ പേരൊക്കെ ആയിരിക്കുമെന്നൊക്കെ 2 മാസങ്ങൾക്ക് മുമ്പ് ആദ്യം റിപ്പോർട്ട് ചെയ്ത പത്രം അത് ഹിന്ദു പത്രം തന്നെയായിരുന്നു. ഹിന്ദുവിൻ്റെ 1-ാം പേജിൽ ആ വാർത്ത ഈ പങ്ക്തി കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇന്ന് ഹിന്ദു കൂടുതൽ ആവേശകരമായ, ഒരുപക്ഷെ കൂടുതൽ അറിവുകൾ പകരുന്ന ഒരു വാർത്ത തരുന്നുണ്ട്. അതിൻ്റെ 6-ാം പേജിലാണ്. സംസ്ഥാന പുറത്താണ് ആ വാർത്ത തരുന്നതെങ്കിലും ആ വാർത്ത അവർ പ്രസ്താവിച്ച മുൻ വാർത്തകളുമായി ബന്ധിപ്പിച്ച് വളരെ കൃത്യമായി യോജിച്ചു പോകുന്നു എന്ന് മാത്രമല്ല, ഈ വാർത്ത സമാഹരിക്കുന്നതിന് വേണ്ടി വളരെയധികം ഇൻവെസ്റ്റിഗേറ്റീവ് യത്നങ്ങൾ ഒരുപക്ഷെ ഈ വാർത്ത തരുന്ന രാധാകൃഷ്ണൻ കുറ്റൂര് ഏറ്റെടുത്തിട്ടുമുണ്ടാകാം. കാണുക, ഒടുവിൽ ആ പൂച്ച പുറത്ത് ചാടി. നടേശൻ്റെ രഥയാത്ര ആരാണ് വിഭാവനം ചെയ്തത്? അത് SNDP ആണോ, അതോ വെള്ളാപ്പള്ളിമാരാണോ, അതോ നടേശനുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ആളുകളാണോ, അതോ ഇനി കേരളത്തിലെ BJP നേതാക്കളാണോ ഇത് പദ്ധതിയിട്ടത്? ആരുമല്ല, മറിച്ച് വിശ്വഹിന്ദു പരിഷത്താണ്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകനായ മലയാളി കൂടിയായ പ്രതീഷ് വിശ്വനാഥൻ എന്നൊരാളാണത്രേ ഇതൊക്കെ വിഭാവനം ചെയ്തത്.